അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കോലുമിഠായിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോലിപോപ്പ്. ഏത് കാലത്തും ഏതൊക്കെ മിഠായി വന്നാലും ഈ ലോലിപോപ്പിൻ്റെ സ്ഥാനം അവിടെ തന്നെ ഉണ്ട്. എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണത് അല്ലേ. ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കുക. ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു രീതി ആദ്യം തന്നെ ഐസിങ് ഷുഗറാണ് വേണ്ടത്. ഒരു പാത്രത്തിലേക്ക് ലെവലാക്കിയിട്ട് ഐസിങ് ഷുഗർ എടുക്കുക. പേടിക്കേണ്ട, ഐസിങ് ഷുഗർ വേസ്റ്റ് ഒന്നും ആവില്ല കേട്ടോ. നമ്മൾ ആ മോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. ഒന്നും ആവില്ല, ഐസിങ് ഷുഗർ അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ ഷേപ്പിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഏത് ഗ്ലാസ് വേണമെങ്കിലും ഏത് ഷേപ്പുള്ള വേണമെങ്കിലും എടുക്കുക. സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ടൊക്കെ ആക്കുക. എന്നിട്ട് ഈ ഐസിങ് ഷുഗറിലേക്ക് അത് അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുഴിയില്ലേ, ആ കുഴിയിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്ന സിറപ്പ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതേപോലെ ആക്കിയിട്ടെടുക്കാം. രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, ഒരെണ്ണം ഞാൻ ഗ്ലാസ് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആക്കുന്നുണ്ട്. അത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പൊട്ടിയിട്ടൊക്കെ വരുന്നുണ്ട് ചിലത്. എല്ലാതും പൊട്ടാണ്ട് കിട്ടുന്നില്ല. ഐസിങ് ഷുഗറിലാകുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് പൊട്ടാതെ എടുക്കാൻ കിട്ടും. പിന്നെ രണ്ട് ഫ്ലേവറിലും ആക്കുന്നുണ്ട്. മുന്തിരിൻ്റെയും ഓറഞ്ചിൻ്റെയും ആണ് ആക്കുന്നത്. ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കുക. ആദ്യം തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അത്യാവശ്യം വലിയൊരു മുസമ്പി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഈ ഒരു മുസമ്പി പിഴിഞ്ഞപ്പോൾ 1/3 കപ്പ് ജ്യൂസ് കിട്ടി. ഈ ഒരളവിലാണ് ഞാൻ ലോലിപോപ്പിനുള്ള സിറപ്പ് ആക്കിയിട്ടെടുക്കുന്നത്. ഈ ജ്യൂസിലേക്ക് എത്രത്തോളം പഞ്ചസാര ചേർക്കണോ അത്രയും പെട്ടെന്ന് അത് കല്ലായിട്ട് കിട്ടും. അറിയാലോ അല്ലേ, പഞ്ചസാര ഉരുക്കി കഴിഞ്ഞാൽ വേഗം കല്ല് പോലെ ആവില്ലേ. ഞാനിപ്പോൾ ഇതിൽ മധുരം കുറവാണ് ഇട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ മധുരം കുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമൊക്കെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ആ 1/3 കപ്പ് ജ്യൂസ് കിട്ടില്ലേ, അത്ര തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോലിപോപ്പ് ഉറച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ നേരം വെക്കണ്ട. ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇത് നല്ല പോലെ കുറുക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ കുറുക്കിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. അതിൽ ഞാനിപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവറിലേക്ക് ഒരു വീഡിയോക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്കൊന്നും ആക്കുമ്പോൾ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓറഞ്ചിന് കളറ് കുറവ് തോന്നി, അപ്പോൾ ഒരു നുള്ളു ചേർത്ത് കൊടുക്കുകയാണ് കളറ്. ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ വേഗത്തിലായി കിട്ടും. പഞ്ചസാര ആയ കാരണം വേഗത്തിൽ അടി പിടിക്കാനും സാധ്യത ഉണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രം ഇങ്ങനെ ക്ലീനായിട്ട് വന്നാൽ നമ്മളെ സിറപ്പ് റെഡി ആയെന്ന് അർത്ഥം കേട്ടോ. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോലിപോപ്പിൻ്റെ സ്റ്റിക്കിനായിട്ട് ഞാൻ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇറുക്കിലായാലും മതി. നാട്ടിൽ നിന്നൊക്കെ ഇറുക്കിലയല്ല നമുക്ക് കിട്ടാൻ എളുപ്പം. ഇറുക്കിൽ ഇതേപോലെ മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. നമ്മൾ ഈ ഷേപ്പിൽ കുറച്ച് മിഡിലായിട്ട് വെച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കിടത്തിയിട്ട് കുറച്ച് മിഡിലായിട്ട് വെച്ചെടുക്കണം. പിന്നെ ഈ സിറപ്പ് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് കട്ടായി പോകും. അഥവാ അങ്ങനെ കട്ടായി കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഉരുക്കിയെടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം. ഐസിങ് ഷുഗർ ആകുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ, ഐസിങ് ഷുഗർ നാശമാവോ, അത് നനയോ എന്നൊക്കെ ഉള്ള ഒന്നും ആവില്ല കേട്ടോ. നമുക്കിത് വീണ്ടും കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും ഷുഗർ. ഈ ഒരു ഷേപ്പിന് വേണ്ടി മാത്രമാണ് ഈ ഐസിങ് ഷുഗർ എടുക്കുന്നത്. ഒരു ലോലിപോപ്പിൻ്റെ ഈ ഷേപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ സിറപ്പ് ഒഴിച്ചെടുക്കുക. അങ്ങനെ എല്ലാതും ഇതേപോലെ ഒഴിച്ചെടുക്കുക. ഈ ഒരു 1/3 കപ്പ് ജ്യൂസിനോട് 4 ലോലിപോപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ അടുത്തുണ്ടാക്കി വെച്ച ഷേപ്പിലേക്ക് ഞാൻ മുന്തിരിൻ്റെ ലോലിപോപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണാം. പിന്നെ നമ്മൾ ഈ സിറപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്ക് ഇങ്ങോട്ട് നീങ്ങുകയൊക്കെ ചെയ്യും. അത് അപ്പം തന്നെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിന് ഭംഗിക്കായിട്ട് വെറുതെ സ്പ്രിങ്കിൾസ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെറുതെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഓപ്ഷണലാണ്. ഇനി ഈ ഓറഞ്ചിൻ്റെ സിറപ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുന്തിരിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ട് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ജ്യൂസ്. ഇതിന് ഞാൻ 1/3 കപ്പ് ജ്യൂസാണ് എടുക്കുന്നത്. രണ്ട് രീതിയിൽ അടുപ്പത്ത് വെച്ചിട്ടാക്കാം കേട്ടോ. പഞ്ചസാര ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് സിറപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. എനിക്കൊന്നുകൂടി എളുപ്പം തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ജ്യൂസ് ഒന്ന് വറ്റി വന്നതിന് ശേഷം പഞ്ചസാര ഇടുമ്പോൾ അധികം അടിയിൽ പിടിക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
മുന്തിരിൻ്റെ സിറപ്പ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഐസ് ഷുഗറിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എനിക്കിത് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ട് സമയം. പഞ്ചസാര കുറവിട്ട കാരണമാണ്. ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തപ്പോൾ പഞ്ചസാര കൂടുതൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല കല്ല് പോലെ സെറ്റായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നാവണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്തിട്ട് ഉണ്ടാക്കുക. മെല്ലെ കായാൽ മതിയെങ്കിൽ പഞ്ചസാര കുറവിട്ടിട്ട് ഇതേപോലെ നമുക്ക് കുറേ നേരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. ഞാൻ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ടിഷ്യൂ വെച്ച് തുടക്കുന്നത് വീഡിയോയിൽ പെട്ടില്ല. വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തിരുന്നു, പക്ഷെ അത് ക്യാമറയിൽ പെട്ടില്ല. നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഓരോ ലോലിപോപ്പ് എടുത്തിട്ട് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. കുറച്ച് ഐസിങ് ഷുഗർ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. അതൊരു കഴിക്കാൻ ടേസ്റ്റും കൂടിയാണ്. ഈ ഒരു 2 ഞാൻ ഗ്ലാസ്സിലെടുത്തിട്ടുള്ളതാണ്. അത് നല്ല നീറ്റായിട്ട് വന്നിരുന്നു. പക്ഷേ ചിലതൊക്കെ പൊട്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഗ്ലാസ്സും ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ ഏറ്റവും ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സ്റ്റിക്ക് വെച്ചെടുക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് എടുക്കാൻ കിട്ടുന്നില്ല, കത്തി വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അത് കാരണം തന്നെ ചിലതൊക്കെ പൊട്ടി, ചിലതൊക്കെ നല്ലോണം കിട്ടിയിട്ടുള്ളൂ. കത്തി വെച്ചിട്ട് ഇളക്കുമ്പോൾ വേഗം പൊട്ടല്ലോ, പഞ്ചസാരയും കൂടിയല്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതാണ് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ലോലിപോപ്പായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും രണ്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുള്ളതും ഐസിങ് ഷുഗറിൽ ഇട്ടിട്ടുള്ളതും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗ്ലാസിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുള്ളതാണ്. നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുക്കാൻ എളുപ്പം ഐസിങ് ഷുഗറിലുള്ളതാണ്. രണ്ടും മെച്ചമുണ്ട്. ഇനി ഈ ലോലിപോപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടീസിന് നിങ്ങളിത് അയച്ചെടുക്കണം കേട്ടോ. എല്ലാ ഉമ്മമാരും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക ഇതേപോലത്തെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ അടുത്ത വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ലോലിപോപ്പ് സൈഡിൽ ക്ലിയർ, നടുവിൽ ഡാർക്ക്.